ഹലോ, ഞാൻ മോബിൻ ജോസഫ്, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഇബിൻ സിന്ന മെഡിക്കൽ സെൻറ്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ്. പ്രായമായവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞ മുട്ടുവേദനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിക് നീ പെയിൻ അല്ലെങ്കിൽ തേയ്മാനം മൂലം ഉണ്ടാകുന്ന നീ പെയിനെ സഹായിക്കുന്ന എക്സസൈസ്. നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കുറച്ച് എക്സസൈസാണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒരു ടവൽ എടുക്കുക, ഈ ഒരു കനത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മുട്ടിൻ്റെ അടിയിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മുട്ട് ശക്തിയായിട്ട് ആ ടവലിൽ പ്രസ് ചെയ്യുക. കെൻ യു പ്രസ് നീ? അത് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ്. കെൻ യു റിപ്പീറ്റ്? 1 2 3 4 5 6 7 8 9 10. ഇതുപോലെ ഈ എക്സസൈസ് ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ആ ടവൽ എടുത്ത് ഇപ്പോൾ മുട്ടിനടി വെച്ച പോലെ തന്നെ ഹീലിനടി വെക്കുക. സെയിം പ്രൊസീജിയറാണ്. ഹീൽ പ്രസ് ചെയ്ത പോലെ നമ്മൾ നീ പ്രസ് ചെയ്ത പോലെ ഹീൽ പ്രസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ ബാക്കിലെ മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കെൻ യു പ്രസ് ഇറ്റ് 10 സെക്കൻഡ്സ്? 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. റിപ്പീറ്റ്. 1 2 3 4 5 6 7 8 9 10. സോ ഈ എക്സസൈസും 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ദ തേർഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയറാണ്. നീ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ആംഗിൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കാല് നേരെ പൊക്കുക. സോ ഈ പൊസിഷൻ നമുക്ക് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. Can you repeat? Very good. 1 2 3 4 5 6 7 8 9 10. സോ ഈ എക്സസൈസും 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ദ ഫോർത്ത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പില്ലോ എടുക്കുക, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നീയുടെ അടി വെക്കുക. ശേഷം ഇനി ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യാതെ കാലിൻ്റെ ഭാഗം മാത്രം ലിഫ്റ്റ് ചെയ്യുക. കെൻ യു ലിഫ്റ്റ്? ഇതും 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Again repeat. 1 2 3 4 5 6 7 8 9 10. Same this exercise also 10 times repetition. So അടുത്ത എക്സസൈസിന് വേണ്ടി നമ്മൾ സൈഡ് ലൈനിലോട്ട് കിടക്കുക. സൈഡ് ലൈൻ കിടന്നിട്ട് ഈ സൈഡിലെ മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക. യു ഹാവ് ടു ലിഫ്റ്റ് ദ ലെഗ് സ്ട്രെയിറ്റ്. Hold it for 10 seconds. 1 2 3 4 5 6 7 8 9 10. Down. Again. 1 2 3 4 5 6 7 8 9 10. ഇതും 10 times repeat ചെയ്യുക. Now you can turn to this side. You can keep this leg bend here. You can lift this leg up straight. Yes. അതുപോലെ ഇൻസൈഡ് ആയിട്ടുള്ള മസിലിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ഈ പൊസിഷൻ നമുക്ക് ചെയ്യാം. 10 സെക്കൻഡ്സ് ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10. Can you repeat? 1 2 3 4 5 6 7 8 9 10. You can sit now. Now we'll sit. നമ്മുടെ നോർമൽ ഐസോമെട്രിക് എക്സസൈസാണ് ഇതുവരെ കാണിച്ച എക്സസൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ആണ്. നിങ്ങൾ സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹൈ സർഫസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീറ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ കാല് സ്ട്രെയിറ്റ് ആക്കുക. ഇവിടുന്ന് പൊങ്ങാത്ത രീതിയിൽ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. Again repeat. 1 2 3 4 5 6 7 8 9 10. സോ നമ്മുടെ എക്സസൈസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഈ ഇപ്പോൾ കാണിച്ച എക്സസൈസിന് കോമൺ ആയിട്ട് വരുന്ന ഐസോമെട്രിക് എക്സസൈസാണ്. അതായത് ഒരുപാട് മൂവ്മെൻറ്റ് ഇല്ലാത്ത എക്സസൈസാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ സിറ്റിങ്ങിലാണ് ചെയ്യുന്നത്. സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹൈ സർഫസിൽ സെറ്റ് ചെയ്യണം. നമ്മുടെ ഫീറ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് നമ്മൾ കാല് മാത്രം മുട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മാത്രം സ്ട്രെയിറ്റ് ചെയ്യുക. ഈ ഒരു പൊസിഷൻ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. In left. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So ഇതോടുകൂടി നമ്മുടെ ഐസോമെട്രിക് എക്സസൈസ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നത് വെച്ചാൽ സ്ട്രെങ്തനിങ്, സെക്കൻഡ് ലെവൽ ഓഫ് സ്ട്രെങ്തനിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ തെറാബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെവൽ ഓഫ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേരാണ് തെറാബാൻഡ്. നിങ്ങൾക്ക് എല്ലാ സ്പോർട്സ് ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്ന ബാൻഡാണ് ഇത്. സെക്കൻഡ് ലെവൽ ഓഫ് സ്ട്രെങ്തനിങ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വെയിറ്റ് കപ്സിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ഓരോ കളർ ഡിനോട്ട് ചെയ്യുന്ന ഓരോ വെയ്റ്റ്സ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഇത് സെക്കൻഡ് ലെവൽ ഓഫ് തെറാബാൻഡാണ്. നമ്മളിപ്പോൾ ഈ പേഷ്യൻറ്റിന് സെക്കൻഡ് ലെവൽ ഓഫ് സ്ട്രെങ്തനിങ് തെറാബാൻഡ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ തെറാബാൻഡ് എക്സസൈസിന് നമ്മൾ മുമ്പ് ഐസോമെട്രിക്സിന് ചെയ്ത പോലെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്പർ ഓഫ് എക്സസൈസ് ആണ് കൂടുതൽ. അവിടെ 10 റെപ്പറ്റീഷൻ ആണെങ്കിൽ ഇവിടെ 20 റെപ്പറ്റീഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, യു ക്യാൻ ലിഫ്റ്റ് 1 leg up. You can keep it down. Again 2, 3, 4, like 5. Okay, second exercise, you can take the leg out. 1, 2, 3, 4, 5. Very good. Now you can come to the side, that side. Yeah, leg straight. 1, 2, 3, 4, 5. Okay, now you can turn. You can go a little up. Yes. Yes, one leg bending. 1, 2, 3, 4, 5. Okay, now you can sit. Now you can lift the leg straight up. Repeat 5 times. 4, 5. So these are the TheraBand stage 2 strengthening exercise. This you can use it to strengthen the muscles even in the standing position and even in the lying down, sitting position. You can use whatever positions which is comfortable for you. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് 2 സ്ട്രെങ്തനിങ് ഓഫ് നീ വിത്ത് തെറാബാൻഡ് ഇൻ ദ സ്റ്റാൻഡിങ് പൊസിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വെക്കാം. ചെയർ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്ത് ടേബിൾ ആണെങ്കിലും കുഴപ്പമില്ല. അതിന് എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ എക്സസൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നീ ബെൻഡ് ചെയ്യാതെ കാല് സ്ട്രെയിറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് ഈ എക്സസൈസിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട് തീരെ ബെൻഡ് ചെയ്യാൻ പാടില്ല. മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വേണം. നമ്മളിനി അടുത്ത് ചെയ്യുന്നത് സൈഡിലോട്ട്. 1, 2, 3, 4, 5. ഓക്കെ, തേർഡ് വൺ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് ചെയ്യാൻ പോകണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോഡി പോസ്ചറാണ്. 1, 2, 3, 4, 5. ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നർ മസിൽ സ്ട്രെങ്തനിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ കാല് ഈ ഒരു പൊസിഷനിൽ വെച്ച് മുട്ട് വളയ്ക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുക. 1, സ്ലോ, 2, 3, 4, 5. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ്ങിൽ ഈസി ആയിട്ട് നമുക്ക് ഈ തെറാബാൻഡ് എക്സസൈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ചെയർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ കാലിന് ചെയ്യണമെങ്കിൽ ആ ചെയർ ഈ സൈഡിൽ ചെയ്യുക, ഈ കാലിൽ സപ്പോർട്ട് കൊടുത്ത് നെക്സ്റ്റ് ലെഗിന് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത എക്സസൈസ് സിറ്റിങ്ങിലും സ്റ്റാൻഡിങ്ങിലും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന എക്സസൈസ് തെറാബാൻഡ് വെച്ച് തന്നെ വിത്തൗട്ട് ടൈങ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യുന്ന ഒരു എക്സസൈസ് വിത്തൗട്ട് മച്ച് എഫേർട്ടാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സിറ്റിംഗ് പൊസിഷൻ, കാല് നീട്ടി വെച്ചുള്ള സിറ്റിംഗ് പൊസിഷൻ എടുക്കുക. തെറാബാൻഡ് ഒരു കാലിന് മാത്രം പിടിച്ച് കയ്യിൽ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നീ ബെൻഡ് ചെയ്യുക.
നീ ബെൻഡ് സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് തെറാ ബാൻഡോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, റിപ്പീറ്റ്. 2 3 4 5. You can repeat this for the both legs. Push it down. 2 3 4 5. So these are the stage 2 strengthening exercise of the knee with the TheraBand. ഓക്കെ, അപ്പോൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത നീ എക്സസൈസ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടുവേദനയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെഗുലറായിട്ട് 10 റെപ്പിറ്റേഷൻ വെച്ച് എല്ലാ എക്സസൈസും ട്രൈ ചെയ്താൽ 2 to 3 weeks നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. I hope you will all try the exercises. Thank you.